നമസ്കാരം. റേഡിയോ സ്റ്റവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഏർപ്പെടുത്തിയ നിയന്ത്രണം അവസാനിച്ചു. എമിറേറ്റ്സ് ഫ്ലൈ ദുബൈ സർവീസുകൾ സാധാരണ നിലയിലായി. ദുബൈ വിമാനത്താവളം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. വെള്ളക്കെട്ട് തുടരുന്ന മേഖലകളിൽ ജനജീവിതം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വരുന്ന വിമാനങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മുതലാണ് 48 മണിക്കൂർ നിയന്ത്രണം പ്രഖ്യാപിച്ചത്. ദുബായ് എയർപോർട്ട് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായെന്ന് ദുബായ് എയർ നാവിഗേഷൻ സർവീസ് അറിയിച്ചു. എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങൾ ഇന്നലെ മുതൽ ഷെഡ്യൂൾ പ്രകാരം റെഗുലർ സർവീസ് ആരംഭിച്ചിരുന്നു. യാത്രക്കാർ ദുബായ് വിമാനത്താവളത്തിൽ നിക്ഷേപിച്ച 30,000 പാക്കേജുകൾ ഉടമസ്ഥരിലേക്ക് എത്തിക്കാൻ പ്രത്യേക കർമ്മസേന രൂപീകരിച്ചതായി എമിറേറ്റ്സ് അറിയിച്ചു. റോഡ് ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. അബുദാബിയിൽ നിന്ന് ദുബായിലേക്കുള്ള E11, E311 ഹൈവേകളുടെ ഒരു ഭാഗം ഇന്നലെ മുതൽ അറ്റകുറ്റപ്പണിക്കായി അടച്ചതും തുറന്നു. അതേസമയം ഷാർജയിൽ തിങ്കളാഴ്ചയും സ്കൂൾ പഠനം ഓൺലൈൻ വഴി ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇനിയും വെള്ളക്കെട്ട് ഒഴിയാത്ത ഷാർജയിലെയും അജ്മാനിലെയും താമസ സ്ഥലങ്ങളിൽ പ്രതിസന്ധി തുടരുകയാണ്. ഇലക്ട്രിസിറ്റി പല ബിൽഡിങ്ങിലും ഇലക്ട്രിസിറ്റി ഇല്ല. പിന്നെ കൂടാതെ പല ബിൽഡിങ്ങിലും വെള്ളം കുടിവെള്ളം, ഭക്ഷണം പല ബിൽഡിങ്ങിലും ഇല്ലാത്ത ബിൽഡിങ്ങുണ്ട്. വെള്ളം ഇപ്പോൾ സ്മെല്ല് വരാൻ തുടങ്ങി. നമ്മളെ ബിൽഡിങ്ങിലൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല. 4 ദിവസമായിട്ട് കറണ്ടില്ല, വെള്ളമില്ല. അപ്പം അതാണ് അവസ്ഥ. വെള്ളത്തിനും ഭക്ഷണ സാധനങ്ങൾക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഈ ഏരിയയിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് കുട്ടിക്ക് വയറിളക്കമൊക്കെ ആയിട്ട്. അബുദാബിയിൽ വെള്ളക്കെട്ട് ഏറെക്കുറെ പരിഹരിച്ചതായി അധികൃതർ അറിയിച്ചു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഷാർജ മുനിസിപ്പാലിറ്റി പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. മലയാളി കൂട്ടായ്മകൾ നടത്തുന്ന അവശ്യസാധനങ്ങളുടെ വിതരണമാണ് വൈദ്യുതി മുടങ്ങിയ ബഹുനില കെട്ടിടങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമാക്കുന്നത്. മീഡിയ 1 ഷാർജ. ഷാർജയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് തിങ്കളാഴ്ച കൂടി ഓൺലൈൻ പഠനത്തിന് നിർദ്ദേശം നൽകി അടിയന്തര ദുരന്ത നിവാരണ സമിതി. വിദ്യാർത്ഥികളുടെ സാഹചര്യം പരിഗണിച്ച് ദുബൈയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വിദ്യാലയങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സ്കൂളുകൾ തുറക്കുന്നതിന് തയ്യാറെടുപ്പുകൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഷാർജയിൽ നാളെയും പഠനം ഓൺലൈനിലേക്ക് മാറ്റാനുള്ള തീരുമാനം. ദുബൈ സ്വകാര്യ വിദ്യാഭ്യാസ വകുപ്പായ KHDA വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം വിദൂര വിദ്യാഭ്യാസത്തിന് അനുമതി നൽകണമെന്ന് സ്വകാര്യ സ്കൂളുകൾ, സർവകലാശാലകൾ, നഴ്സറികൾ എന്നിവയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രയ്ക്കും മറ്റും തടസ്സമുള്ള സ്ഥലങ്ങളിൽ വിവിധ വിദ്യാലയങ്ങൾ തിങ്കളാഴ്ച വിദൂര പഠനത്തിലേക്ക് മാറും. എന്നാൽ തടസ്സങ്ങളില്ലാത്ത സ്കൂളുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെയും എത്തിച്ചേരാൻ പ്രയാസമുള്ള കുട്ടികൾക്കായി ഓൺലൈൻ പഠനം ഏർപ്പെടുത്തും. അസാധാരണ കാലാവസ്ഥയെ തുടർന്ന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വീകരിക്കുന്നതിന് സ്കൂളുകളിലെ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് ഉറപ്പാക്കുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്ന് ഷാർജ എമർജൻസി, ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം അറിയിച്ചു. കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ പെയ്ത പേമാരിയെ തുടർന്ന് ചൊവ്വാഴ്ച മുതൽ സ്കൂളുകളിലെല്ലാം വിദൂര പഠനമാണ് നിലനിൽക്കുന്നത്. പേമാരിയെ തുടർന്ന് ഗതാഗതത്തെയും മെട്രോ സർവീസുകളെയും ബാധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. മീഡിയ 1 ദുബൈ. UAEയിലെ വെള്ളപ്പൊക്കത്തിൽ സേവന പ്രവർത്തകർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയാസം നേരിട്ടത്. ഈ പ്രതിസന്ധിയിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കൂടുതൽ തുണയായി മാറിയത് മലയാളിയായ ഡ്രൈവർ റഹീമാണ്. ആൾപ്പൊക്കത്തിലുള്ള വെള്ളത്തിൽ അസാധാരണ വൈദഗ്ധ്യത്തോടെയാണ് റഹീം തന്റെ പിക്കപ്പ് ഓടിച്ചത്. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ഡ്രൈവർ കൂടിയാണ് റഹീം. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇദ്ദേഹം റഹീമാണ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ ഇന്ത്യൻ സ്കൂളിലെ ഡ്രൈവറാണ്, സ്റ്റാഫാണ്. ഈ പ്രളയം തുടങ്ങിയ അന്ന്, മഴ പെയ്ത അന്ന് ചൊവ്വാഴ്ച തുടങ്ങിയ അന്ന് ഉച്ച മുതൽ ഞങ്ങളുടെ ഒപ്പം ഉള്ള ആളാണ്. ഇത്ര അധികം വെള്ളത്തിൽ, അതായത് ഈ പിക്കപ്പിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ മേലടക്കം വെള്ളം വന്ന് 4 പേരും ആ പിക്കപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന ഒരു അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും പുള്ളി വണ്ടി വിടാതെ, സ്റ്റെയറിങ് വിടാതെ മറ്റു 3 പേരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വണ്ടി വീണ്ടും ഈ ഒരു നിമിഷം വരെ ഇപ്പോഴും ഒരു ട്രിപ്പ് പോയിട്ട് വന്നിട്ടുള്ളൂ. അതിസാഹസികമായിട്ടുള്ളൊരു ഇതാണ്. ഒരു ബോട്ട് പോണ പോലെയാണ് മുഴുവൻ. അതായത് ഷാർജയിലെ ഏറ്റവും വെള്ളം കൂടിയ, ഏറ്റവും പൊക്കത്തിലുള്ള അൽമജാസ്, ജമാൽ അബ്ദുൽ നാസർ സ്ട്രീറ്റ്, സിറ്റി സെൻറ്ററിൻ്റെ എതിർവശം, ഇതൊക്കെ ഫുൾ വണ്ടിക്ക് അപ്പുറത്ത് നിൽക്കുന്ന അവിടെ കണ്ടവർക്ക് മനസ്സിലാവും. അത്ര അധികം വെള്ളത്തിൽ നീന്തുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വെള്ളത്തിലാണ് ഇദ്ദേഹം വണ്ടി ഓടിച്ച് ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റാനും ആളുകളെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ അസോസിയേഷൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൽ പാർപ്പിക്കാനടക്കം ഉള്ള
പ്രവർത്തനത്തിൽ മുഴുവൻ സമയം ഈ ഒരു നിമിഷം വരെ ഉണ്ട്. മഴ തുടങ്ങിയ സമയത്ത് മൊത്തത്തിൽ ഇത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാവും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നത്. ഒരാളുടെ അരയ്ക്ക് ഒപ്പം വെള്ളം നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചെറിയൊരു വണ്ടിയായിട്ട് നമ്മൾ പുറത്ത് റെസ്ക്യൂ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. ആൾക്കാർക്ക് ആഹാരവും വെള്ളവും കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. കനത്ത മഴയ്ക്കിടെ റോഡുകളിലും തെരുവുകളിലും ഉപേക്ഷിച്ച വാഹനങ്ങൾ മാറ്റണമെന്ന് ദുബൈ പോലീസ് ഉടമകളോട് ആവശ്യപ്പെട്ടു. എമിറേറ്റിലെ വിവിധ ഭാഗങ്ങളിലായി റോഡുകൾക്ക് സമീപത്തും മറ്റുമായി നിരവധി വാഹനങ്ങൾ മാറ്റാതെ കിടക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നിർദ്ദേശം. ചൊവ്വാഴ്ച പെയ്ത മഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിയിരുന്നു. പല വാഹനങ്ങളും വെള്ളം കയറി കേടുവന്നത് കാരണം ഉടമകൾ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്ക വാഹനങ്ങളും മാറ്റിയിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള വാഹനങ്ങൾ മാറ്റാനാണ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത്. റോഡുകളിൽ ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. മഴക്കെടുതി ഏറ്റവും നാശം വിതച്ച ഷാർജയിലെ വിവിധ പ്രദേശങ്ങളിൽ ദുരിതബാധിതർക്ക് ഭക്ഷണ വിതരണം നടത്തി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. പിന്നിട്ട 4 ദിവസങ്ങളിലേറെയായി പ്രവർത്തന രംഗത്ത് സജീവമാണ് അസോസിയേഷൻ. 100 കണക്കിന് അസോസിയേഷൻ പ്രവർത്തകരും സാരഥികളുമാണ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഷാർജയിലെ വിവിധ സർക്കാർ സംവിധാനങ്ങളുമായി സഹകരിച്ചാണ് ഇന്ത്യൻ അസോസിയേഷന്റെ സേവന പ്രവർത്തനം. അസോസിയേഷൻ ആസ്ഥാനത്തു തന്നെ ഭക്ഷണം തയ്യാറാക്കി പിക്കപ്പുകളിലും മറ്റുമായി ആവശ്യക്കാർക്ക് എത്തിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അസോസിയേഷൻ അംഗങ്ങൾക്ക് പുറമെ ഇന്ത്യൻ സ്കൂൾ ജീവനക്കാരും രക്ഷിതാക്കളും പ്രവർത്തന രംഗത്ത് സജീവം. ഇതിനകം ആയിരങ്ങൾക്കാണ് ഭക്ഷണ പാക്കറ്റുകൾ എത്തിച്ചു നൽകിയത്. ഭക്ഷണം കിട്ടാത്ത പ്രശ്നമുണ്ടായിരുന്നു. പല ആളുകളും നമുക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്തു. നമ്മൾ കഴിയുന്നത്ര ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സ്പോൺസർഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്താണ് നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് നമ്മൾ പണ്ട് കേരളത്തിൽ പ്രയോഗിച്ച് വിജയിച്ച സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാവിലെ മുതൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഏകദേശം 2500ഓളം ഭക്ഷണം കൊടുത്തു. രാത്രി വീണ്ടും അതേ അളവിൽ തന്നെ ഭക്ഷണം കൊടുത്തു. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് വീണ്ടും ഒരു 2000ഓളം ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. അതിന് തയ്യാറാക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറായത് നമ്മുടെ വോളണ്ടിയർമാരാണ്. മലയാളികൾ മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവാസികളും അസോസിയേഷനൊപ്പം സേവന പ്രവർത്തന രംഗത്ത് സജീവമായുണ്ട്. വേഗത്തിൻ്റെ ഭാഷയ്ക്ക് പ്രാദേശികതയോ രാജ്യത്തിൻ്റെ അതിർത്തി വരമ്പുകൾക്കോ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് കഴിഞ്ഞ 5 ദിവസമായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ വളരെ ലളിതമായി തുടങ്ങിയ അസോസിയേഷൻ്റെ സ്കൂളിൻ്റെ സ്റ്റാഫുകളുമായി തുടങ്ങിയ ഈ ഒരു പരിപാടി ഇപ്പോൾ വളരെ വിപുലമായി പ്രാദേശിക സംഘടനകളും സ്നേഹിതരും എല്ലാവരും കൂട്ടായി ചേർന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഒരു വലിയ രക്ഷാപ്രവർത്തനമായി വരും. സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 പ്രളയത്തെ അതിജീവിച്ചവരാണ്. അപ്പം വീണ്ടും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് പ്രാദേശികമായും പ്രവാസ ഭൂമികയിൽ ഇങ്ങനൊരു വിപത്തിനെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണ വിതരണത്തിന് പുറമെ ദുരിതബാധിതരുടെ മറ്റാവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ചിട്ടയായ പ്രവർത്തനങ്ങളാണ് അസോസിയേഷൻ ചുവടെ നടന്നുവരുന്നത്. മീഡിയ 1 ഷാർജ. ഖത്തറിൽ ഇന്ന് രാത്രി കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ലഭിക്കാനിടയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകും. 2 അടി മുതൽ 8 അടി വരെ തിരമാലകൾ ഉയർന്നേക്കാമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബുറൈമി, വടക്ക് തെക്ക് ബാത്തിന, ദാഹിറ, മസ്കത്ത്, ദാഖിലിയ, തെക്ക് വടക്ക് ഷർഖിയ, മുസന്തം എന്നീ ഗവർണറേറ്റുകളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറിൽ 27 മുതൽ 64 കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് വീശുക. കുവൈത്തിൽ ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന. കഴിഞ്ഞ ദിവസം വൈദ്യുതി ലോഡ് ഓറഞ്ച് സൂചിക കടന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്ത് അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്താണ്. മ്യാൻമർ, കംബോഡിയ, ലാവോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കുകൾ, ഗാബോൺ, സിംബാബ്വെ എന്നിവിടങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളാണ് പൂട്ടിയത്. വിയറ്റ്നാമിലെ കുവൈത്ത് കോൺസുലേറ്റും റദ്ദാക്കിയിട്ടുണ്ട്. ക്യാബിനറ്റ് തീരുമാനമനുസരിച്ചാണ് എംബസികൾ അടച്ചുപൂട്ടിയത്. സൗദിയിൽ സിനിമാ തിയേറ്ററുകളുടെ ലൈസൻസ് ഫീസും ടിക്കറ്റ് ഫീസും കുറയ്ക്കാൻ തീരുമാനം. സിനിമാ പ്രേക്ഷകർക്ക് ഡിസ്കൌണ്ടും പ്രമോഷൻ ഓഫറുകളും നൽകും. രാജ്യത്ത് ചലച്ചിത്ര സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്ന് ഫിലിം കമ്മീഷൻ ഡയറക്ടർ ബോർഡ് അറിയിച്ചു. സിനിമാ മേഖലയെ ഉത്തേജിപ്പിക്കുക, പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, സൗദി സിനിമകളുടെ പ്രാതിനിധ്യം ഉയർത്തുക, സിനിമാ മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ. സാംസ്കാരിക മന്ത്രി ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാൻ രാജകുമാരൻ ചെയർമാനായ ഫിലിം കമ്മീഷൻ ഡയറക്ടർ ബോർഡിന്റേതാണ് തീരുമാനം. സ്ഥിരമായോ താൽക്കാലികമായോ സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ലൈസൻസ്
പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള തിയേറ്റർ ലൈസൻസ് എന്നിവക്കുള്ള ഫീസുകൾ കുത്തനെ കുറച്ചു. കൂടാതെ സിനിമാ ടിക്കറ്റ് നിരക്കുകൾ കുറക്കാനും സിനിമാ പ്രേക്ഷകർക്ക് പ്രൊമോഷൻ ഓഫറുകൾ നൽകാനും ഫിലിം കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ സ്റ്റുഡിയോകൾക്കുള്ള ലൈസൻസ്, സിനിമാ വിതരണ ലൈസൻസ്, സിനിമാ ചിത്രീകരണത്തിനുള്ള നോ ഒബ്ജക്ഷൻ ലൈസൻസ് എന്നിവ കൾച്ചറൽ ലൈസൻസ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇനി മുതൽ നൽകുക. സിനിമാ പ്രേക്ഷകർക്ക് ഡിസ്കൗണ്ടും പ്രൊമോഷൻ ഓഫറുകളും വാഗ്ദാനം ചെയ്യാൻ സ്വകാര്യ മേഖലാ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കും. ഇതിലൂടെ സിനിമാ വ്യവസായത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫിലിം അതോറിറ്റി CEO എഞ്ചിനീയർ അബ്ദുള്ള അൽ കഹ്താനി പറഞ്ഞു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ ബസ്സുകളുടെയും ട്രക്കുകളുടെയും നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ഓട്ടോമാറ്റിക് നിരീക്ഷണം ആരംഭിച്ചു. ക്യാമറകൾ വഴി നിയമലംഘനം കണ്ടെത്തി പിഴ ചുമത്തുന്ന രീതിയാണിത്. രാജ്യത്ത് എല്ലായിടത്തും നിരീക്ഷണ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമായതായി ഗതാഗത അതോറിറ്റി അറിയിച്ചു. പൊതുഗതാഗത മേഖലയിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താനായി 2022 മാർച്ചിലാണ് രാജ്യത്ത് ക്യാമറ വഴിയുള്ള ഓട്ടോമാറ്റിക് നിരീക്ഷണം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ടാക്സികളിലായിരുന്നു ഇത് നടപ്പിലാക്കിയിരുന്നത്. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ സ്കൂൾ ബസ്സുകളിലും നിരീക്ഷണം ആരംഭിച്ചു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ ബസ്സുകളും ട്രക്കുകളും നിരീക്ഷിക്കാനുള്ള തീരുമാനം. ചരക്ക് ഗതാഗതം, രാജ്യാന്തര സർവീസ് നടത്തുന്ന ബസ്സുകൾ, വാടകയ്ക്ക് ഓടിക്കുന്ന ബസ്സുകളുടെയും ട്രക്കുകളുടെയും നിയമലംഘനങ്ങൾ എന്നിവ ഓട്ടോമാറ്റിക് നിരീക്ഷണങ്ങളിൽ വരുമെന്ന് പൊതുഗതാഗത അതോറിറ്റി വ്യക്തമാക്കി. ഓപ്പറേറ്റിംഗ് കാർഡില്ലാതെയോ കാലഹരണപ്പെട്ട കാർഡ് ഉപയോഗിച്ചോ ട്രക്കുകളോ ബസ്സുകളോ ഓടിക്കുക, നിർദ്ദിഷ്ട പ്രവർത്തനകാലം കഴിഞ്ഞ ബസ്സുകൾ നിരത്തിലിറക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പ്രധാനമായും ഓട്ടോമാറ്റിക് നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെല്ലായിടത്തും നിരീക്ഷണ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമായതായി ഗതാഗത അതോറിറ്റി അറിയിച്ചു. മീഡിയ 1, ജിദ്ദ. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് തിങ്കളാഴ്ച UAE സന്ദർശിക്കും. ഒമാൻ സുൽത്താന്റെ UAE സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ കരാറുകളിലും ഒപ്പുവച്ചേക്കും. ഒമാൻ ഭരണാധികാരിയുടെ UAE സന്ദർശനത്തിന്റെ ഭാഗമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങളും ചർച്ച ചെയ്യും. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും ഇരുവരും കൈമാറും. പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയീദ്, സയ്യിദ് ബിൻ അറബ് ബിൻ ഹൈത്തം അൽ സയീദ്, ദിവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സയ്യിദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, റോയൽ ഓഫീസ് മന്ത്രി ജനറൽ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ നുഅ്മാനി, ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദി, വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി തുടങ്ങി ഉന്നതതല സംഘം ഒമാൻ സുൽത്താനെ അനുഗമിക്കും. മീഡിയ 1, മസ്കത്ത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഏഷ്യൻ സന്ദർശനത്തിന് തുടക്കം. ഫിലിപ്പീൻസിലെത്തിയ അമീറിനെ ഫിലിപ്പീൻസ് ഊർജ്ജ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ബംഗ്ലാദേശ്, നേപ്പാൾ രാജ്യങ്ങളിലും അമീർ സന്ദർശനം നടത്തുന്നുണ്ട്. വിമാനത്താവളങ്ങളുടെ അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ മേഖലയിലെ ഏറ്റവും മികച്ച എയർപോർട്ട് സ്റ്റാഫിനുള്ള ബഹുമതി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. തുടർച്ചയായി 3-ാം വർഷവും പഞ്ചനക്ഷത്ര പദവിയും ബഹ്റൈൻ വിമാനത്താവളത്തിന് ലഭിച്ചു. എയർ ട്രാൻസ്പോർട്ട് റേറ്റിംഗ് ഏജൻസിയായ സ്കൈട്രാക്സ് നൽകുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച എയർപോർട്ട് സ്റ്റാഫിനുള്ള ബഹുമതി തുടർച്ചയായ 2-ാം വർഷമാണ് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിക്കുന്നത്. ജർമ്മനിയിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു വേണ്ടി ഗൾഫ് എയർ ഗ്രൂപ്പ് ചെയർമാൻ സായിദ് അൽ സയാനിയും ബഹ്റൈൻ എയർപോർട്ട് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അൽ ബിൻ ഫലയും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ പുരസ്കാരത്തിന് പുറമെ സ്കൈട്രാക്സ് നൽകുന്ന പഞ്ചനക്ഷത്ര പദവിയും തുടർച്ചയായ 3-ാം വർഷം ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തേടിയെത്തി. വിമാനത്താവളങ്ങളുടെ നിലവാരമളക്കുന്ന വിവിധ ഘടകങ്ങൾ മാനദണ്ഡമാക്കിയുള്ള അന്താരാഷ്ട്ര റാങ്കിങ്ങിലാണ് വീണ്ടും പഞ്ചനക്ഷത്ര പദവി കരസ്ഥമാക്കിയത്. യാത്രക്കാർക്ക് മികച്ച സേവന നിലവാരവും യാത്രാനുഭവവും നൽകാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാനദണ്ഡങ്ങൾ പിന്തുടരാൻ വിമാനത്താവളത്തിന് സാധിച്ചതായാണ് വിലയിരുത്തൽ. നേട്ടം അഭിമാനകരമാണെന്ന് വിലയിരുത്തിയ ഗൾഫ് എയർ ഗ്രൂപ്പ് ചെയർമാൻ സായിദ് അൽ സയാനി വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത ജീവനക്കാരെ അനുമോദിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. മാർച്ചിലെ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിയിൽ ഖത്തർ 3-ാമത്. അമേരിക്കയും ഓസ്ട്രേലിയയുമാണ് ഖത്തറിന് മുന്നിലുള്ള മറ്റ് രാജ്യങ്ങൾ. വാതക കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മ പുറത്തുവിട്ട മാർച്ചിലെ റിപ്പോർട്ടിലാണ് ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിയിൽ ഖത്തർ 3-ാമതെത്തിയത്. US-ഉം ഓസ്ട്രേലിയയുമാണ് ഖത്തറിന് മുന്നിലുള്ളത്. LNG കയറ്റുമതിയിൽ വർഷം തോറും 2.3% വർധനമാണ് ഖത്തർ രേഖപ്പെടുത്തുന്നത്. മാർച്ചിൽ ഖത്തറിന്റെ കയറ്റുമതി 36.31 മെട്രിക് ടണ്ണിലെത്തി. ഇത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണ്. ഖത്തർ, റഷ്യ, UAE, അങ്കോള, മലേഷ്യ എന്നീ രാജ്യങ്ങളുടെ LNG കയറ്റുമതി മാർച്ച് മാസത്തിൽ കൂടിയതായി റിപ്പോർട്ട് പറയുന്നു. അതേസമയം ഈജിപ്ത്, നൈജീരിയ എന്നീ രാജ്യങ്ങളുടെ കയറ്റുമതിയിൽ ഇടിവുണ്ടായി. റിപ്പബ്ലിക് ഓഫ് കോങ്കോയും മാർച്ചിൽ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി തുടങ്ങിയിട്ടുണ്ട്.
ജനുവരി മാർച്ച് കാലയളവിൽ ആഗോള LNG കയറ്റുമതി 3.3% വർദ്ധിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1 ദോഹ. ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വാതക ചോർച്ച പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചതായി ബാപ്കോ എനർജീസ് അറിയിച്ചു. ഒരാഴ്ച കൂടി അന്തരീക്ഷത്തിൽ പെട്രോളിന്റെ മണമുണ്ടാകും. സിദ്രയിലെ ബാപ്കോ കീഴിലുള്ള ഒരു ടാങ്കിലാണ് ചോർച്ചയുണ്ടായത്. ഇത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം ശക്തമാക്കിയതായും അധികൃതർ അറിയിച്ചു. ബഹ്റൈനിൽ സിത്രയിലെ ബാപ്കോ പെട്രോൾ ടാങ്കുകളിലൊന്നിലുണ്ടായ ചോർച്ചയെ തുടർന്ന് സിത്ര പ്രദേശത്ത് സ്കൂളുകളിൽ ഈ മാസം 25 വരെ ഓൺലൈൻ പഠനമായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അന്തരീക്ഷത്തിൽ പെട്രോളിന്റെ ഗന്ധം വ്യാപിച്ചതിനെ തുടർന്നാണ് നടപടി. കൂടുതൽ CC ഒരുക്കിയ വോട്ട് വിമാനം ഇന്ന് വൈകിട്ട് കോഴിക്കോട്ടേക്ക് തിരിച്ചു. മസ്കത്ത് വഴി തിങ്കളാഴ്ച രാവിലെയാണ് ഇവർ കോഴിക്കോടെത്തുക. 50-ലധികം UDF പ്രവർത്തകരാണ് വിമാനത്തിലുള്ളത്. വൈകിട്ട് 6 മണിക്കാണ് 50 പേരടങ്ങിയ UDF സംഘം സലാമിയറിൽ യാത്ര തിരിച്ചത്. രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാനുള്ള നിർണായക തെരഞ്ഞെടുപ്പായതിനാലാണ് ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയെന്ന് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ ഫലൂജ പറഞ്ഞു. ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് അധിക അഭിമാനമുണ്ട്. മസ്കത്ത് വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന സലാമിയർ വിമാനം തിങ്കളാഴ്ച പുലർച്ചെ 3:30 എത്തുക. മറ്റ് 3 വിമാനങ്ങളിലും ഇത്തരം ഗ്രൂപ്പ് ടീമുകളെ വോട്ടിനായി അയക്കുന്നുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി VC മുനീർ പറഞ്ഞു. പുറപ്പെടുന്ന യാത്രക്കാർക്ക് വോട്ടർമാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. 42 റിയാലാണ് ഒരു സീറ്റിന് ചാർജ് വരിക. കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിലുള്ളവരാണ് യാത്രക്കാർ. കാരണം സുധാകരന് വോട്ട് ചെയ്യാൻ കണ്ണൂര് കോൺഗ്രസ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഷാഫിനെ നല്ല ഭൂരിപക്ഷത്തോടും കൂടി വിജയിപ്പിക്കണം. ജമാൽ KC, ഷബീർ കാലടി, മഹമ്മൂദ് ഹാജി അടച്ചേരി എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിൽ ഈ ഒരു വോട്ട് വിമാനം അത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വളരെ ഭംഗിയായിട്ടാണ്. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അനുമതി ലഭിക്കാത്തതുകൊണ്ടുകൂടിയാണ് വോട്ടർമാരെ ഗ്രൂപ്പ് ബുക്കിങ്ങിലൂടെ നാട്ടിലെത്തിക്കുന്നത്. UDFന്റെ നേതാക്കന്മാരുടെ വിജയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സലാം ഹാജി, VC മുനീർ എന്നിവരാണ് യാത്രാ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. മീഡിയ 1 സലാല. വടകര ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിലെ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്താനായി ദുബൈയിൽ നിന്ന് 100-ലേറെ പ്രവാസികൾ നാട്ടിലേക്ക്. 3 വിമാനങ്ങളിലായാണ് ഇവരുടെ യാത്ര. ഇതിൽ ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പുറപ്പെട്ടു. ദുബൈ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വോട്ട് വിമാനം. ഹലോ ഇന്ത്യ എന്ന പേരിലുള്ള വിവിധ പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് വോട്ട് വിമാനങ്ങൾ പുറപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തന രംഗത്ത് സജീവമാകുമെന്ന് ദുബൈയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ അറിയിച്ചു. വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് പോകുന്നവർക്ക് കൺവെൻഷനിൽ യാത്രയയപ്പും നൽകി. MA റസാഖ് മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. MK രാഘവൻ, ഷാഫി പറമ്പിൽ, TT ഇസ്മായിൽ എന്നിവർ ഓൺലൈനിൽ അഭിവാദ്യമർപ്പിച്ചു. ഇബ്രാഹിം മുറിച്ചാണ്ടി ഹലോ ഇന്ത്യ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. KP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സാജിദ്, BA നാസർ, ഇസ്മായിൽ എറാമല, ചാക്കോ ഊളക്കാടൻ സംസാരിച്ചു. ജലീൽ മഷൂർ തങ്ങൾ, ജസീൽ കായണ്ണ, നജീബ് തച്ചമ്പൊയിൽ, തെക്കയിൽ മുഹമ്മദ്, TN അഷ്റഫ്, മൊയ്തു അരൂർ, മജീദ് കൂനഞ്ചേരി എന്നിവർ മേൽനോട്ടം വഹിച്ചു. മീഡിയ 1 ദുബൈ. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ വോട്ട് തേടി ഖത്തറിലും ഭവന സന്ദർശനം. KMCC വടകര മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവാസി വീടുകൾ കയറിയിറങ്ങി ഓരോ വോട്ടും ഉറപ്പിക്കുന്നത്. ദോഹയിലെ വോട്ട് പിടുത്തത്തിന്റെ കാഴ്ചകളിലേക്ക്. നാട്ടിലെ തെരഞ്ഞെടുപ്പാവേശം അതിൻ്റെ ഉച്ചസ്ഥായിലാണ്. വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലും പ്രവാസ ലോകത്തും അതിനൊട്ടും കുറവില്ല. പതിവ് ഇല്ലാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ ഖത്തറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ വോട്ടുറപ്പിക്കാൻ വേണ്ടി സ്ക്വാഡ് വർക്കുകൾ, അതായത് വീട് കയറിയുള്ള പ്രചാരണം വളരെ സാധാരണമാണ്. പക്ഷേ ഇത്തവണ അത് പ്രവാസ ലോകത്തും കണ്ടു തുടങ്ങുകയാണ്. ദോഹയിൽ KMCC പ്രവർത്തകരാണ് ഈ അപൂർവമായ ഒരു വോട്ട് പിടുത്തത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും വീട് കയറിയുള്ള പ്രചാരണം ശരിക്കും വോട്ട് പിടുത്തം ഇപ്പോൾ സാധാരണ രീതിയിൽ കൺവെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്. KMCCയുടെ നേതൃത്വത്തിലും ഇൻഗാസിൻ്റെ നേതൃത്വത്തിലും സംസ്കൃതിയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ വീട് കയറിയ ഒരു സ്ക്വാഡ് വർക്ക് ആദ്യമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാന കാരണം വിദേശത്ത് നിങ്ങൾക്കറിയാം, വിദേശത്തെ സാഹചര്യങ്ങൾ വീട്ടിൽ കയറി ഒരു വോട്ട് ചോദിക്കുന്ന ഒരു അവസരം ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണത്തെ ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ്റെ അവസ്ഥ ഇതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. സാധാരണഗതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല, നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അപ്പം അതിനെന്തൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്തുകൊണ്ട് എല്ലാ വോട്ടുകളും മാക്സിമം ഫാസിസത്തിനെതിരായിട്ടുള്ള വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഉദ്യമത്തിൻ്റെ ലക്ഷ്യം.
ഇപ്പോൾ ഗൃഹസന്ദർശനം ഖത്തർ KMCC ഷാഫി പറമ്പിലിൻ്റെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും ഫോട്ടോ ഉണ്ട്. ഷാഫി പറമ്പിലിന് വേണ്ടിയാണ് അപ്പോൾ? അതെ. ഇനി വടകര മുനിസിപ്പൽ കമ്മിറ്റിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഏകദേശം 2000-ഓളം വോട്ടർമാരെ നേരിട്ട് കണ്ടിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം നാട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഫോൺ വിളിച്ച് നിങ്ങളെ കുടുംബങ്ങൾ, അതല്ല ലക്ഷ്യം. നാട്ടിൽ പോയി ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് ആക്ച്വലി സത്യത്തിൽ ഇതിൻ്റെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ ജനങ്ങൾക്കും അറിയാം ഇതിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ നമ്മളും കൂടി ഒന്ന് പോകുമ്പോൾ ഇതൊരു പുതുമ, ആളുകൾ വന്നിട്ട് നമ്മൾ വോട്ട് കൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പലരും ഇപ്പോൾ ഇന്നലെ തന്നെ ഒരുപാട് പേര് തയ്യാറായി. ഏകദേശം ഒരു 40 വീഡിയോളം ഇന്നലെ കവർ ചെയ്തു. ഇന്നിപ്പം തുടങ്ങുന്നുണ്ട്. 4 ദിവസം കൂടി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇന്നലെ മുതലാണോ നിങ്ങൾ ഈ സ്റ്റാർട്ട് ചെയ്ത്? ഇന്നലെ ഉച്ചക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ല, നിങ്ങളെ സമയം ഞാൻ കളയുന്നില്ല. നമ്മളിപ്പോൾ ഇന്നും ഒരുപാട് വീടുകൾ കയറേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇന്നിപ്പോൾ 3-4 വീട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിളിച്ചൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നിങ്ങൾ വിളിച്ചത്. സത്യത്തിൽ ഇവിടെ ഇന്നിപ്പം 2 വീട് കൂടി കഴിഞ്ഞ ശേഷം വേറെ രീതിയിലേക്ക് പോകും. ശരിക്കും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം, വ്യാപകമായ വീട് കയറിയൊക്കെ ഉള്ള ഒരു പ്രചാരണത്തിലേക്ക് നയിച്ചത് അത്ര കടുത്തതാണോ വടകരയിലെ മത്സരം? അത് ഷാഫിയുടെ മത്സരം കടുത്തത് കൊണ്ടല്ല. അതിന് ഇന്ത്യയിൽ ഫാസിസത്തിനെതിരായിട്ട് ഒരു വോട്ട് പോലും മിസ്സാവരുത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം അതിൻ്റെ കഴിഞ്ഞ തവണ 39% BJPക്ക് കിട്ടിയത്, 33% കോൺഗ്രസിനുണ്ട്. അപ്പം അതൊരു % വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ അത് ഇന്ത്യക്ക് ഫാസിസത്തിനെതിരായുള്ള വോട്ടാണ്. അതുകൊണ്ട് ഒരു വോട്ട് പോലും മിസ്സാക്കാതെ വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആൾക്കാർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഞങ്ങളെ ജോലി ഇതൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ വോട്ടഭ്യർത്ഥിക്കുമ്പോൾ അതിന് പ്രാധാന്യം മനസ്സിലാക്കണം. ശരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇൻഷാ അല്ലാ. മറ്റുള്ള കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡു ഓർ ഡൈ ആണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ വെച്ചിട്ട് ഇനിയൊരു ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെ വളരെ സംശയാസ്പദമാണ്. അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പം പോയിട്ടില്ലെങ്കിൽ ഇനി ഒരു പക്ഷേ ഒരു കാലത്ത് പോകേണ്ടി വരില്ല. ഒന്നുമില്ല. എത്ര ദിവസത്തേക്കാ? വ്യാഴാഴ്ച വൈകിട്ട് പോവും, സാറ്റർഡേ ഈവനിങ് തിരിച്ചു വരും. അതായത് ഒറ്റ ദിവസത്തേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം? തീർച്ചയായിട്ടും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വടകരയിലെ ഓരോ വോട്ടും. വടകര മാത്രമല്ല, ഇത് ദേശീയ തലത്തിൽ കേരളത്തിൽ 20 സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 250 നോക്കിയാൽ പോരെ. നമ്മുടെ ലക്ഷ്യമൊക്കെ മനസ്സിലായി. ഇൻഷാല്ലാ ഈ വീണ്ടും കാണാൻ നമ്മളെന്തായാലും നാട്ടിൽ വെച്ചിട്ട് ബൂത്ത് വെച്ച് കാണാം. ഒരേ ബൂത്തിൽ ആൾക്കാരല്ല, രണ്ട് വ്യത്യസ്തമായ ബൂത്താണ്. തീർച്ചയായിട്ടും. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1. KMCC ഖത്തർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കൺവെൻഷൻ സംഘടിപ്പിച്ചു. BJP CPM സഖ്യത്തോടാണ് കേരളത്തിൽ UDF മത്സരിക്കുന്നതെന്ന് പരിപാടിയിൽ സംസാരിച്ച KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ SAM ബഷീർ പറഞ്ഞു. KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് ഉദ്ഘാടനം ചെയ്തു. KMCC സൗദി നാഷണൽ കമ്മിറ്റി പ്രത്യേക തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. 1 കോൾ 1 വോട്ട് എന്ന തലക്കെട്ടിൽ പ്രവാസികൾക്കിടയിലാണ് ക്യാമ്പയിൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി നാട്ടിൽ പരമാവധി വോട്ടുകൾ ഏകീകരിക്കുകയാണ് ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രചരണം ശക്തമാക്കി KMCC സൗദി ഘടകം. പ്രവാസികളെയും കുടുംബങ്ങളെയും ലക്ഷ്യമിട്ട് പരമാവധി വോട്ടുകൾ അനുകൂലമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘടനാ പ്രവർത്തകർ. 1 കോൾ 1 വോട്ട് എന്ന തലക്കെട്ടിൽ പ്രത്യേക ക്യാമ്പയിന് തുടക്കം കുറിച്ചാണ് പ്രചാരണം. ക്യാമ്പയിൻ ഉദ്ഘാടനം ദമാമിൽ സംഘടിപ്പിച്ചു. സൗദി നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഖാദർ ചെങ്കള ഉദ്ഘാടനം ചെയ്തു. ആലിക്കുട്ടി ഒളവട്ടൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നിരവധി സംഘടനാ പ്രതിനിധികൾ സംബന്ധിച്ചു. പ്രവാസികളെക്കൊണ്ട് നാട്ടിലുള്ള ബന്ധുക്കളുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥികൾക്ക് പോൾ ചെയ്യിക്കുകയാണ് ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. KMCC നാഷണൽ വൈസ് പ്രസിഡന്റ് ഉസ്മാൻ അലി പാലത്തിങ്ങൽ, EK സലീം, OICC, KM ബഷീർ, തനിമ, സാജിദ് ആറാട്ടുപുഴ, മാലിക് മക്ബൂൽ, മുഹമ്മദ് റഫീഖ്, ഷബ്ന നജീബ്, ലിബി ജെയിംസ് എന്നിവർ സംസാരിച്ചു. സിദ്ദീഖ് പാണ്ടികശാല, റഹ്മാൻ കാരയാട്, ഹമീദ് വടകര, ഇക്ബാൽ ആനമങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. നിയമസഹായം നൽകുന്നതിന് പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസസ് സൊസൈറ്റിയും വിവിധ മലയാളി സംഘടനകളും ചേർന്ന് നീതിമേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോടതികളിൽ പോകാതെ തന്നെയുള്ള പരിഹാര മാർഗങ്ങളാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ UAEയിൽ താമസിക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും പരാതി സമർപ്പിക്കാം. കുവൈറ്റ് ഫിലിം എന്തൂസിയസ്റ്റ് കലാസന്ധ്യ സംഘടിപ്പിക്കുന്ന ക്വിക്ക് ഫ്ലിക്സ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മ്യൂസിക് ഷോയും അവാർഡ് ചടങ്ങും മെയ് 31 നടക്കും. പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം നിഷ സുനിൽ നിർവഹിച്ചു. പ്രവാസം മതിയാക്കി തിരികെ പോകുന്ന അരവിന്ദ് കൃഷ്ണന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി.
മലപ്പുറം ജില്ലയിലെ ഒഴുകൂർ നിവാസികൾ സൗദിയിലെ ജിദ്ദയിൽ ഒത്തുചേർന്നു. ഒഴുകൂർ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ സംബന്ധിച്ചു. വൈവിധ്യങ്ങളായ കായിക മത്സരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു പരിപാടി. രണ്ടാം പെരുന്നാൾ ദിനത്തിൽ ജിദ്ദയിലെ സാമിർ ദല്ല കോമ്പൗണ്ടിൽ വെച്ചായിരുന്നു ഒഴുകൂർ ഫെസ്റ്റ് 2024 എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത്. നാടിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ഒരുമയും വിളിച്ചോതിയ പരിപാടിയിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ സംബന്ധിച്ചു. പുലരുവോളം നീണ്ടുനിന്ന പരിപാടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വൈവിധ്യങ്ങളായ കായിക മത്സരങ്ങളുമുണ്ടായിരുന്നു. വനിതകൾക്കായി സംഘടിപ്പിച്ച മെഹന്തി മത്സരത്തിൽ ഹിബയും പായസപാചക മത്സരത്തിൽ ഹസീന മുംതാസും ഒന്നാം സ്ഥാനം നേടി. വിവിധ ഗായകരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഗാനസന്ധ്യ സംഗമത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. 8 ടീമുകൾ മാറ്റുരച്ച ഫുട്ബോൾ മത്സരത്തിൽ വെസ്റ്റ് വാരിയേഴ്സ് വെസ്റ്റ് ബസാറിനെ പരാജയപ്പെടുത്തി സൂറത്ത് FC കിരീടം ചൂടി. പുരുഷന്മാർക്ക് വേണ്ടി സംഘടിപ്പിച്ച വടംവലി മത്സരത്തിന്റെ ഫൈനലിൽ കരുത്തരായ ചോലക്കൽ ടീമിനെ പരാജയപ്പെടുത്തി വെസ്റ്റ് ബസാർ ടീം ജേതാക്കളായി. കൂട്ടായ്മയുടെ ഇതുവരെയുള്ള പ്രയാണത്തിൽ മുന്നിൽ നിന്ന് നയിച്ചവരെ പരിപാടിയിൽ ആദരിച്ചു. കൂടാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ ദിയാദനത്തിലേക്കുള്ള ധനസമാഹരണവും ചടങ്ങിൽ നടത്തി. മുതിർന്ന ഭാരവാഹിയായ കുഞ്ഞു പെരുമ്പിലായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ കുന്നക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ജസീം, ഷിഹാബ് പാലപ്പെട്ടി, അലി പാവുക്കാടൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. മീഡിയ 1 ജിദ്ദ. പ്രബോധന രംഗത്ത് പുതിയ കാൽവെപ്പുമായി സൗദിയിൽ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഫാമിലി എക്സ്പോ സംഘടിപ്പിക്കുന്നു. മെയ് 3, 4 തീയതികളിലായി നടക്കുന്ന പരിപാടിയിൽ നാട്ടിൽ നിന്നും നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ, യാസിർ അറഫാത്ത്, അമീർ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കെഫ കുവൈത്ത് അന്തർജില്ലാ ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മാസ്റ്റേഴ്സ് ലീഗ് മത്സരങ്ങളിൽ എറണാകുളം, ഫോക്ക് കണ്ണൂർ, KDNA കോഴിക്കോട്, മലപ്പുറം ജില്ലാ ടീമുകൾ വിജയിച്ചു. മാസ്റ്റേഴ്സ് ലീഗിൽ മലപ്പുറം ടിഫാക്ക് തിരുവനന്തപുരത്തെയും ഫോക്ക് കണ്ണൂർ KEA കാസർഗോഡിനെയും എറണാകുളം ട്രാസ്ക് തൃശൂരിനെയും KDNA കോഴിക്കോട് പാലക്കാടിനെയും പരാജയപ്പെടുത്തി. ഹമീദ് മധൂർ മുഖ്യാതിഥിയായിരുന്നു. മികച്ച കളിക്കാരായി ഉണ്ണികൃഷ്ണൻ, ഷോബി കുര്യൻ, ഇർഷാദ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഒരിടവേള കൂടി. ഷാർജ ഉൾപ്പെടെ മഴക്കെടുതിയിൽ വലയുന്ന UAEയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ലുലു ഗ്രൂപ്പിന്റെ ഭക്ഷണ വിതരണം. ലുലു കിച്ചൺ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പാകം ചെയ്ത ഭക്ഷണ പാക്കറ്റുകളും മറ്റുമാണ് ദുരിതബാധിത കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നത്. രാജ്യത്തെ സർക്കാർ ഏജൻസികൾ, സന്നദ്ധ സംഘടനകൾ, മലയാളി കൂട്ടായ്മകൾ എന്നിവയുമായി കൈകോർത്തുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി സൗദിയിലെ ദമാം ഖത്തീഫിൽ മരിച്ചു. വയനാട് കമ്പളക്കാട് സ്വദേശി ഹാജിയാർ കണ്ടി അബ്ദുറഹ്മാനാണ് മരിച്ചത്. മൃതദേഹം സഫ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് KMCC വെൽഫെയർ വിംഗ് ഭാരവാഹികൾ അറിയിച്ചു. 20 വർഷത്തോളമായി സെയിൽസ് മേഖലയിൽ ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം. സന്ദർശന വിസയിലെത്തിയ കുടുംബം സൗദിയിലുണ്ട്. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈത്ത് റിഗായ് കമ്മിറ്റി രൂപീകരിച്ചു. അശോകൻ വെൺമണി അധ്യക്ഷത വഹിച്ചു. ബാബു പനമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. റിഗായ് ഏരിയ കമ്മിറ്റി കൺവീനർമാരായി രാജേഷ് കുമാർ, വിനോദ് VA എന്നിവരെ തെരഞ്ഞെടുത്തു. ഗോകുലം കലാക്ഷേത്ര കുവൈത്ത് നൃത്തോത്സവ് 2024 സംഘടിപ്പിച്ചു. അബ്ബാസിയ ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ 85 നൃത്ത വിദ്യാർത്ഥികൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ ഇനങ്ങളിൽ അരങ്ങേറ്റം നടത്തി. പ്രമുഖ അധ്യാപകൻ ഗോകുലം ഹരിദാസിന്റെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ നൃത്തം അഭ്യസിച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ പ്രിൻസിപ്പൽ V ബിനുമോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളികൾക്കായി ഭവൻസ് കുവൈത്ത് മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. സർഗസായാഹ്നം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പ്രസംഗ മത്സരം അബ്ബാസിയ സാരഥി ഹാളിൽ മെയ് 10 നടക്കും. 18 വയസ്സിന് മുകളിലുള്ള കുവൈത്തിലെ മലയാളികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഏപ്രിൽ 30 മുമ്പ് ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണം. ഇതോടെ ഇന്നത്തെ മിഡിയസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.